ഇന്ത്യൻ പതാക ഉയർത്തിയപ്പോൾ നമ്മളിലൂടെ അത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ? അത് തീർച്ചയായും കാരണം നല്ലൊരു ഏജ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതെ അതെ അതെ. പക്ഷെ ഇപ്പൊ നമുക്ക് നേടാൻ സാധിച്ചു. അത് തന്നെ തീർച്ചയായും. നേവി മെഡൽ എന്റെ ഷോക്കേസിൽ വരണമെന്ന് എന്റെ ഒരു ആഗ്രഹമാണ്. അത് ഗരുഡ റണ്ണാണ്. ഗരുഡ റൺ എന്ന് വെച്ചാൽ 10 കിലോമീറ്റർ ആണ്. സച്ചിന്റെ കയ്യിൽ നിന്ന് കിട്ടുകയെന്ന് വെച്ചാൽ ഒരുപാട് പേര് ആഗ്രഹമാണ്. ആരും അവിടെ പങ്കെടുക്കുന്ന 10,000 പേര് സച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രൈസ് വാങ്ങാൻ വേണ്ടി വരുന്നവരാ. നമസ്കാരം, ഞാൻ സിനോബി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എൻ്റെ സ്വന്തം നാട്ടുകാരനായ ഉബേദിക്കേനെയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെക്കുറിച്ച് ഒരു പത്രവാർത്ത വന്നിരുന്നു. ഇതാണ് മഹാരാജാസ് ഗ്രൗണ്ടിൽ നടന്ന ഓപ്പൺ ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിൽ പറമ്പയും കല്ലറക്കൽ വീട്ടിൽ ഉബേദിന് മിന്നും നേട്ടം. ഇദ്ദേഹത്തിന് 52 വയസ്സുണ്ട്. 52ാമത്തെ വയസ്സിലും അദ്ദേഹം സ്വർണ്ണ മെഡൽ ജേതാവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ യുവാക്കൾക്ക് വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന വീഡിയോ കേട്ടോ. അദ്ദേഹത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ നമുക്കൊന്ന് കണ്ടാലോ? ഉബേദിക്ക, നമസ്കാരം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു പത്രവാർത്ത കണ്ടിട്ടാണ് ഞാൻ വന്നത്. കഴിഞ്ഞ ദിവസം മെഡലൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പം ഈ ഒരു ഫീൽഡ് എങ്ങനെയാണ് നമ്മൾ ശരിക്കും തിരഞ്ഞെടുത്തത്? ശരിക്കും 89 അതായത് 89-ലാണ് ശരിക്കും പറഞ്ഞ SLC 10th വെച്ചാണ് എനിക്ക് ചാമ്പ്യൻഷിപ്പ് കിട്ടുന്നത്. ചെങ്ങമനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ്. അപ്പോൾ ചെങ്ങമനാട് സ്കൂളിൽ വെച്ച് ബാലൻ മാഷാണ് സ്റ്റാർട്ടിങ്ങിൽ ഇതിൽ സ്പോർട്സിലോട്ട് കടക്കണത്. അങ്ങനെയാണ്. അപ്പോൾ ഒരു 3 ഇവന്റിന് എനിക്കത് 3000, 1500, 800 മീറ്റർ അതിലാണ് ഫസ്റ്റ് ആയിട്ട് ചാമ്പ്യൻഷിപ്പ് ആദ്യമായിട്ട് കിട്ടുന്നത്. പിന്നെ ഞാൻ 97 ചാമ്പ്യൻഷിപ്പ് കിട്ടിയപ്പോൾ വളരെയധികം സന്തോഷം. കാരണം ഈ ചാമ്പ്യൻഷിപ്പ് കിട്ടിയാലേ നമുക്ക് മൂവ്മെന്റ് കിട്ടുള്ളൂ. എന്നാൽ ആദ്യമായിട്ടാണ് 3 ഇവന്റിൽ ഫസ്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്കൊരു മെഡൽ കിട്ടുള്ളൂ, മൂവ്മെന്റ് കിട്ടുള്ളൂ, ട്രോഫി കിട്ടുള്ളൂ. അന്ന് ട്രോഫി കിട്ടാന്ന് വലിയ സന്തോഷമുള്ളൂ. അപ്പൊ അതിനുശേഷം ഞാൻ 93-ൽ ഗൾഫിൽ പോകുന്നു. ഗൾഫിൽ പോയിട്ട് 2000-ലാണ് തിരിച്ചു വരുന്നത്. 2000 തിരിച്ചു വരുമ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 89 വെയിറ്റ് ഉണ്ടാകും, 89 കിലോ ഉണ്ടാകും. അപ്പൊ ഞാൻ അത്താണി ഗ്രൗണ്ടിൽ ഇതേപോലെ നടക്കാൻ വേണ്ടി പോയതാണ്. അത്താണി ഗ്രൗണ്ടിൽ നടന്നു പതുക്കെ ഞാൻ ഓടാൻ തുടങ്ങി. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ, അതായത് അന്ന് കലാധര മാഷുണ്ട്, അങ്ങനെ ഒരുപാട് പേര് അവിടെ കോച്ചിങ് നടത്താറുണ്ട്. കസ്റ്റംസിലെ സാർമാരുണ്ട്, അവരെല്ലാവരും വരും. അങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഓട്ടം റൗണ്ട്, ഓരോ റൗണ്ട് അടിക്കും. അങ്ങനെ ആ റൗണ്ടിൽ നിന്ന് 10 റൗണ്ടായി, 20 റൗണ്ടായി, 50 റൗണ്ടായി. അങ്ങനെ ഒരു 3 വർഷത്തോളം ചെയ്തപ്പോൾ എന്റെ വെയിറ്റ് കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചെയ്ത് നമുക്ക് എന്തായാലും ഫസ്റ്റ് ടൈം ഒക്കെ ആകുമ്പോൾ കാലിലൊക്കെ ഭയങ്കര വേദന. പിന്നെ അതൊക്കെ എങ്ങനെയാണ് മാറ്റിയെടുത്തത്? അത് ഓട്ടോമാറ്റിക് നമ്മൾ ഓടുമ്പോൾ തന്നെ ഈ പറഞ്ഞ ഡെയിലി ചെയ്യുന്നതോരാ വേദന കുറഞ്ഞു വരെയാണ്. നമ്മൾ വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യുന്നത്, പിന്നെ സ്ട്രെങ്ത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പതുക്കെ. അപ്പോൾ ഓരോരുത്തരും ഓരോ കോച്ചിങ്ങിലും ഈ പറഞ്ഞ ബാലമാഷ ഉണ്ടാവും, കരാർ മാഷ, എല്ലാവരും ഇത് പറഞ്ഞു തരണം. ശരിക്കും എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് സ്ട്രെങ്ത്. അതായത് നമ്മൾ ഓരോ ദിവസവും വർക്കൗട്ട് ചെയ്തതിനു ശേഷം കൂൾ ഡൗൺ ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. ആദ്യം വർക്കൗട്ട് നമ്മൾ ചെയ്തപ്പോൾ ഒരു 5 കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് വീട്ടിൽ പോയല്ല, അവിടെ കൂൾ ഡൗൺ ചെയ്യണം. അതിന് ഓരോ ശരീരങ്ങൾക്കും ഓരോ ഭാഗങ്ങൾക്കും എക്സസൈസ് കൊടുക്കുക എന്നുള്ളതാണ്. എന്നാലാണ് നാളത്തേക്ക് രാവിലെ നമുക്ക് ഓടാൻ പറ്റുള്ളൂ. കാരണം കാലിന്റെ വേദന മാറണമെന്നുണ്ടെങ്കിൽ ഓടിയാൽ മാത്രം ശരിക്കും രാവിലെ മടി എന്ന് പറയുന്നത് ഇതൊരു എന്താ പറയാ, നമുക്കൊരു ലഹരിയാണ്. ഓരോരുത്തർക്കും കിട്ടുന്ന ഒരു പ്രേമം അല്ലെങ്കിൽ ഒരു ലഹരി എന്ന് പറയാം. എന്റെ ലഹരി ഓട്ടുമായിപ്പോയി. കാരണം ഞാനത് തിരഞ്ഞെടുക്കാൻ കാരണം എനിക്കിത് ക്രൈസായിട്ട് മാറി ലാസ്റ്റ് വന്നപ്പോൾ. പിന്നെ ഫസ്റ്റ് എനിക്ക് കിട്ടുന്നത് ബുള്ളറ്റ് ബുദ്ധാസ് എറണാകുളം കമ്മീഷണർ ഫ്ലാഗ് ഓഫ് ചെയ്ത ഒരു റൺ ഉണ്ടായിരുന്നു, 8 കിലോമീറ്റർ. അതിനാണ് ഫസ്റ്റ് മെഡൽ കിട്ടുന്നത്. അത് അന്ന് ക്യാഷ് പ്രൈസ് 8000 രൂപ ഉണ്ട്. എറണാകുളത്ത് വെച്ച് നടന്നതാണ്, ഹൈക്കോടതിൻ്റെ അടുത്ത് വെച്ചാണ് നടന്നത്. 8 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിനാണ് ഫസ്റ്റ് എനിക്ക് 8000 രൂപ ക്യാഷ് പ്രൈസ് ആദ്യമായിട്ട് കിട്ടിയതാണ്. പിന്നെ എല്ലാവരും അപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നു റണ്ണിനെല്ലാം പോകണം. അങ്ങനെയാണ് മാസ്റ്റേഴ്സിലോട്ട് ഞാൻ കയറുന്നത്, മാസ്റ്റേഴ്സ് മീറ്റിലോട്ട് കയറുന്നത്. 2016-17 മലേഷ്യയിൽ വെച്ച് നടന്ന ഏഷ്യൻ മീറ്റിൽ ഗോൾഡ് മെഡലിസ്റ്റ്. അത് കിട്ടിയോട് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിയാൻ തുടങ്ങി. ശരിക്കും ഒരു ന്യൂസ് ആയതും എല്ലാവരും അറിയാൻ തുടങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ പെരിയാർ റണ്ണേഴ്സ് എന്ന ക്ലബ്, പെരിയാർ അഡ്വഞ്ചർ ക്ലബിലോട്ട് മാറുന്നത്. ആലുവ പെരിയാർ അഡ്വഞ്ചർ ക്ലബ്ബ് വരുന്നത്. അങ്ങനെ പിന്നെ എല്ലാ ഇവന്റും എന്ന് പറയുമ്പോൾ ഇവിടെ ഈ കേരളത്തിന് പുറത്തും അകത്തും നടക്കുന്ന മുംബൈ മാരത്തോൺ, ബാംഗ്ലൂർ മാരത്തോൺ, കൽക്കട്ട മാരത്തോൺ, അതേപോലെ അനവധി മാരത്തോണുകൾ ഇവിടെ നടന്ന കൊച്ചി മാരത്തോൺ, ഇതെല്ലാം നമ്മൾ പങ്കെടുക്കാൻ പ്രൈസ് കിട്ടും. പിന്നെ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ 20 വർഷത്തിന്റെ ഇടയ്ക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവം? മറക്കാനാവാത്തതെന്ന് പറഞ്ഞാൽ ഒന്ന് പുറത്തുള്ളതാണെങ്കിൽ മലേഷ്യയിൽ വെച്ച് നടന്ന മത്സരം. കാരണം 10 കിലോമീറ്ററിൽ എനിക്ക് 38 മിനിറ്റിലാണ് ഫിനിഷ് ചെയ്യാൻ പറ്റിയത്.
കാരണം അത് എനിക്ക് റെക്കോർഡ് പോലെ തന്നെയാണ്. കാരണം വെച്ചാൽ അത് എല്ലാവരും ഉണ്ട്, എല്ലാ രാജ്യക്കാരും ഉള്ള സ്ഥലവും ഏഷ്യൻ മീറ്റ് ആയതുകൊണ്ട് അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ നമ്മുടെ ഒരു ഇന്ത്യൻ പതാക ഉയർത്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ക്രേസാണ്. കാരണം നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം അത്രയ്ക്കൊരു ഫീല് വരും നമുക്ക്. കാരണം നമ്മുടെ പുറത്ത് നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്താന്ന് പറയുമ്പോൾ അത്ര ഒരു കണ്ണ് വെച്ചാൽ അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റൂല. അത്ര ഒരു ഫീല് നമ്മുടെ മനസ്സിൽ. പിന്നെ ഉള്ളത് കൽക്കട്ട മാരത്തോണായിരുന്നു. അത് 21 കിലോമീറ്റർ 1:28 തീർത്തു. 1:28 അത് തീർത്തത്. അപ്പം ആ മറ്റേ ഇന്ത്യൻ പതാക ഉയർത്തിയപ്പോൾ നമ്മളിലൂടെ അത് ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോ തന്നെ അല്ലേ അത് തീർച്ചയായും തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഹരമാണത് എന്ന് പറഞ്ഞാൽ നമ്മുടെ അത് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അനുഭവിക്കണം നമ്മളെ ഈ പ്രായത്തിൽ. കാരണം നല്ലൊരു ഏജ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പൊ നമുക്ക് നേടാൻ സാധിച്ചു. അത് തന്നെ തീർച്ചയായിട്ടും. കാരണം അത് നേടിയെടുക്കാന്ന് വെച്ചാൽ നമുക്ക് സ്കൂൾ ജീവിതത്തിൽ കിട്ടാത്തൊരു സംഭവം. കാരണം ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നതാണ്, അത് കിട്ടില്ല. പക്ഷെ നമ്മുടെ ഏജ് കഴിഞ്ഞിട്ടും നമുക്കത് സാധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, ശരിക്കും അതൊരു ഫീൽ ചെയ്യുന്നു. കാരണം നമ്മളെ പതാക ഉയർത്താന്ന് ഇന്ത്യൻ പുറത്തൊരു രാജ്യത്ത് പോയി പതാക ഉയർത്താന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അത് ഭയങ്കര ഒരു എന്താ പറയാ, വളരെയധികം മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയൊരു സംഭവമാണ്. അത് ഞങ്ങൾക്ക് അഭിമാനിക്കാം. തീർച്ചയായിട്ടും എല്ലാവർക്കും അത് വളരെ സന്തോഷം. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് നമുക്കൊരു മെഡൽ നേടുക, അല്ലെങ്കിൽ നമുക്ക് ഈ ഏജിലും നമ്മളിത്ര അപ്പോൾ മറ്റുള്ളവർക്കൊരു മാതൃകയാകുക എന്നാണ്. പക്ഷെ ഈ എന്താ പറയാ, മറ്റേ ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ, എല്ലാ ആളുകളും ഈ പറഞ്ഞ പോലെ ഇതിന് തെന്നി മാറുന്ന സമയമാണ്. അപ്പൊ നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒത്താണെങ്കിൽ എപ്പോഴും വരണമെന്നില്ല, അതിൽ നിന്ന് നമ്മൾ കവർ ചെയ്ത് തീർച്ചയായിട്ടും. യങ്സ്റ്റേഴ്സ് ഒക്കെ സ്പോർട്സിന് എന്തെങ്കിലും ഒരു പർപ്പസ് കാണും. ഇപ്പം നമ്മളെപ്പോലെ കുറച്ച് പ്രായമുള്ള ആൾക്കാർ ഇറങ്ങുമ്പോൾ എന്തിനീ ഇറങ്ങണം എന്നുള്ള ഒരു ചോദ്യം വരില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അതിലെന്താന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എന്റെ പാഷൻ ഈ റൺ ആയതുകൊണ്ട് എനിക്കൊരു ചലഞ്ചാണ്. ഇപ്പൊ ഞാൻ നടന്നത് ഇപ്പൊ ഈ നാഷണൽ മാസ്റ്റേഴ്സ് മീറ്റ് എറണാകുളം മഹാരാജാസ് ഗ്രൗണ്ടിൽ നടന്നപ്പോൾ ഞങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് 30+ തൊട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അത്രയും പേര് മത്സരിച്ചതിൽ ഓപ്പൺ കാറ്റഗറിയിൽ തന്നെ ഞാൻ ഫസ്റ്റാണ്. അപ്പോൾ 52 ഏജിലുള്ള ആളും 32 ആളും നമ്മൾ വ്യത്യാസം നോക്കണം. അപ്പോൾ ഞങ്ങൾക്ക് അവർ തമ്മിലൊരു മത്സരമാണ്, ശരിക്കും ഒരു ചലഞ്ചാണിത്. എന്റെ പോഡിയെത്താൻ ആർക്ക് സാധിക്കും എന്നുള്ളൊരു ചലഞ്ചാണ് നമ്മൾ എടുക്കുന്നത് മനസ്സിൽ. അപ്പോഴാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ല നമുക്ക് പ്രൈസ് അല്ലെങ്കിൽ ജോലി വേണം, അതൊന്നും ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമില്ല, ഈ ഏജിൽ നടക്കില്ല. പക്ഷേ നമുക്കൊരു മനസ്സിലൊരു വെല്ലുവിളി പോലെയാണ് നമ്മൾ എടുക്കുന്നത്. കുട്ടികളുടെ ഒപ്പം ഓടണം, ആ കുട്ടികളുടെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു പവർ. അപ്പോഴാണ് നമുക്ക് ഒരു വർഷത്തുനിന്ന് ഒരു ഏജ് കൂടിയാലും നമ്മുടെ മനസ്സ് പവറിൽ കുട്ടികളുടെ ആ പവറിൽ നിൽക്കണം നമുക്ക്. തീർച്ചയായിട്ടും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ്. ഈ ഓട്ടക്കാർ റണ്ണേഴ്സിൽ കൂടുതൽ 75 വയസ്സ് 80 വയസ്സുള്ളവർ ഇപ്പോഴും ഓടും. നമുക്ക് അത്ഭുതപ്പെട്ടു. അപ്പോൾ നമ്മളൊന്നുമില്ല, ആ ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റും, മാസ്റ്റേഴ്സിൽ പങ്കെടുത്തവരെ കാണാൻ പറ്റും. പക്ഷെ അത് ആ റണ്ണ് കണ്ടിന്യൂസ് കൊണ്ട് നടക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം. ഹരം തന്നെ ശരിക്കും ഒരു അതിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലഹരി തന്നെയാണ് അത്. അപ്പൊ ഈ ഇടയ്ക്ക് കിട്ടിയ ചേട്ടന് മെഡൽ ആട്ടതേ ഇതാണ്. ഓക്കെ, ഇത് എന്തിനായിരുന്നു കൂടി പറഞ്ഞു? മാസ്റ്റേഴ്സിന്റെ ഇപ്പൊ 10 കിലോമീറ്റർ 5 കിലോമീറ്റർ റിലേ. അപ്പൊ ഇത് ഗോൾഡ് അല്ലേ? സിൽവറും. അപ്പൊ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രൈസ് കാണിച്ചു. ഇതിൽ ഏറ്റവും മറക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് നേവി മാരത്തോണാണ്. അത് നമുക്ക് നേവിക്കാരോടൊരു അസൂയ ഉണ്ടാവുമല്ലോ. ഓൾറെഡി നമ്മൾ നേവിക്കാരോടെന്ന് പറഞ്ഞാൽ നേവിക്കാരോട് മത്സരിക്കാന്ന് പറഞ്ഞാല് അതൊരു ചലഞ്ചാണ്. നേവി മെഡൽ എന്റെ ഷോക്കേസിൽ വരണമെന്ന് എന്റെ ഒരു ആഗ്രഹമാണ്. അത് ഗരുഡ റണ്ണാണ്. ഗരുഡ റൺ എന്ന് വെച്ചാൽ 10 കിലോമീറ്റർ ആണ്. അപ്പൊ ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ഫസ്റ്റ് 10 കിലോമീറ്റർ നമ്മൾ കണ്ടെടുത്തോളം നേവിക്കാരാണ് ഏറ്റവും നല്ല സ്ട്രോങ്, നന്നായിട്ട് പ്രാക്ടീസിങ്. അതും ഷിപ്പ്യാർഡിലാണ്. ഷിപ്പ്യാർഡിലെ റോട്ടിൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നത് അവരാണ്. അപ്പോൾ അവരുടെ ഒപ്പം മത്സരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര ക്രേസാണ്. എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇതാണെന്ന് വെച്ചാൽ 10 കിലോമീറ്റർ അവരുടെ കൂടെ ഓടി ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഷ്ടമാണ്. ഒത്തിരി നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യണം. അപ്പോൾ അന്ന് കിട്ടിയ ഫസ്റ്റ് ഈ നേവിയുടെ ഒരു മെഡൽ എന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഷോക്കേസ് വരണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അത് കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷം വളരെയധികം സന്തോഷം. കാരണം ഗരുഡ റൺ എന്ന് പറഞ്ഞാൽ ഇവരുടെ കൂടെ ഓടണം, അവർ തന്നെ അത്ഭുതപ്പെട്ടു. കാരണം അന്ന് വളരെ ടൈം കുറച്ചാണ് എനിക്ക് 10 കിലോമീറ്റർ. അതിൽ അവരൊപ്പം നിന്ന് ഫസ്റ്റ് കിട്ടിയ ഒരു മെഡൽ. ഈ മെഡൽ വലിയൊരു ഷോക്കേസിനൊരു വലിയൊരു അലങ്കാരം എന്ന് വെച്ചാൽ നമുക്ക് പറയാം നേവിയിലാണെന്ന്. നമ്മൾ നേവിയിൽ നമുക്ക് ഇതിനൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഈ ഏജിലും നമ്മൾ ആ ഒരു മത്സരത്തിൽ പോകുമ്പോൾ നമുക്ക് നേവിയിലും പ്രൈസ് കിട്ടിയേക്കുന്നത്. അതാണ്. എത്രാമത്തെ വയസ്സിൽ കിട്ടിയതാണ്?
ഇത് 46ാമത്തെ വയസ്സിലാണ് 46ാമത്തെ വയസ്സിലാണ് ഇത് കിട്ടിയത്. അതും 38 മിനിറ്റിലാണ് ഓടിയെത്തിയാന്ന്. അതാണ് അന്നത്തെ റെക്കോർഡാണ്. ആ റെക്കോർഡാണ് ഇപ്പൊ എനിക്ക് കിട്ടിയേക്കുന്നത്. അതാണ് വ്യത്യാസം. 46 വയസ്സിൽ നേവി ഓടുമ്പോ എനിക്ക് 38 മിനിറ്റ് ഞാൻ ഓടിയിട്ടും 52 വയസ്സായപ്പോഴും എന്റെ ടൈമിങ് മെച്ചപ്പെട്ട് കിട്ടിയേക്കുന്നു. വീണ്ടും ആ പഴയ ഇതിലോട്ട് വന്നേക്കണം. അത്രയും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളത്. അപ്പൊ ക്രിക്കറ്റ് സച്ചിന്റെ അടുത്ത് നിന്ന് കിട്ടിയ ഒരു പ്രൈസ് ആട്ടത്. ഓക്കെ, ഇത് കിട്ടിയപ്പോൾ ഉള്ള ഒരു അനുഭവം എന്ന് പറയാമോ? സച്ചിന്റെ കയ്യിൽ നിന്ന് കിട്ടുകയെന്ന് വെച്ചാൽ ഒരുപാട് പേര് ആഗ്രഹമാണ്. അവിടെ പങ്കെടുക്കുന്ന 10,000-കണക്കിന് പേര് സച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രൈസ് വാങ്ങാൻ വേണ്ടി വരുന്നവരാ. ഒരു ക്യാഷ് പ്രൈസും ആ റണ്ണിലില്ല. സ്പേസ് കോസ്റ്റ് മാരത്തോൺ എന്ന് പറഞ്ഞ സോഴ്സ് ഓഫ് കൊച്ചിൻ നടത്തുന്ന, എറണാകുളത്ത് നടത്തുന്ന റണ്ണിൽ സച്ചിനാണ് മെയിൻ താരം. സച്ചിനെ കാണാൻ വേണ്ടി വരുന്നവർക്ക് അത് സച്ചിന്റെ കയ്യിൽ നിന്ന് ഒരു പ്രൈസ് കിട്ടാന്ന് വെച്ചാൽ വലിയൊരു അത്ഭുതം തന്നെ. ഏറ്റവും ഈ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഒരു മുഹൂർത്തം തന്നെയാണ് സച്ചിന്റെ കയ്യിൽ ഒരു മെഡൽ കിട്ടുക. അപ്പൊ ബിസി ഡെയിലി റുട്ടീൻ എങ്ങനെയാണ്? ശരിക്കും രാവിലെ നമ്മൾ 4 മണിക്ക് ഓട്ടോമാറ്റിക്കായി ഞാൻ പറഞ്ഞല്ലോ, 4 മണിക്ക് നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു 4:45 ആകുമ്പോഴേക്കും നമ്മൾ റെഡിയാവും. കാരണം 1 മണിക്കൂർ നമ്മൾ സാധാരണ എടുക്കാറുണ്ട്. എന്നാലും 4-5 മണിക്കൂറിൽ റെഡിയായി നമ്മൾ റണ്ണിങ് പ്രാക്ടീസിന് പോകും. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് വന്നാൽ ശരിക്കും നമ്മൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് ഈ ചൂട് സമയമാണ് കൂടുതൽ ORS അങ്ങനെ സാധനങ്ങളായിരിക്കും കുടിക്കുക. ഉപ്പിട്ട് അല്ലെങ്കിൽ നാരങ്ങ വെള്ളം കുടിക്കുക. അത് കഴിഞ്ഞാൽ നമ്മളൊരു 8:30 മണി 9 മണിക്കുള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ഷോപ്പിലേക്ക് പോകും. ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 ലിറ്റർ വെള്ളം, ശരിക്കും പറഞ്ഞാൽ 1 ലിറ്റർ വെള്ളം വെച്ച് നമ്മൾ രാവിലെ നമുക്ക് അത് കണക്ക് കൂട്ടി നമ്മൾ അളന്നാണ് കുടിക്കുന്നത്. കാരണം ബോട്ടിൽ ഉണ്ടാവും, 1 ലിറ്ററിന്റെ ബോട്ടിൽ നമ്മുടെ ഉണ്ടാവും. ആ ഒരു ബോട്ടിൽ വണ്ടിയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ 2 ലിറ്ററിന്റെ ബോട്ടിൽ നമ്മൾ വണ്ടിയിൽ വെച്ചിട്ടുണ്ടാവും. രാവിലെ തൊട്ട് ഉച്ചയാകുമ്പോൾ, കാര്യം 1 മണിയാകുമ്പോൾ നമ്മൾ 1.5 മണിക്കുള്ളിൽ ഫുഡ് കഴിക്കും. അപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് വരും. ഫുഡ് കഴിച്ച് നമ്മൾ 1 മണിക്കൂർ റെസ്റ്റ് ഉണ്ട്. ഉച്ചയ്ക്ക് 1 മണിക്കൂർ റെസ്റ്റ് ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ടൈം വന്നതിൻ്റെ പേരിൽ നമ്മൾ ഉച്ചയ്ക്ക് 1 മണിക്കൂർ എന്തായാലും റെസ്റ്റ് എടുക്കണം. കാരണം വെളുപ്പിന് നേരത്തെ ആയിരുന്നു. അതിനുശേഷമാണ് അടുത്ത ഇതിലോട്ട് പോകുന്നത്. ബാക്കി വൈകിട്ടാകുമ്പോൾ ചിലപ്പോൾ ഒരു ചായ കുടിക്കും. അത് കഴിഞ്ഞ് ഷോപ്പിലേക്ക് പോകും. പിന്നെ രാത്രി 8 മണിക്ക് ഷോപ്പ് അടച്ചതിന് 8-9 മണിക്കൂർ ഫുഡ് കഴിക്കും. 10 മണിക്ക് നമുക്ക് ഒരു സിനിമ കാണാം, കുറച്ച് നേരം ഒന്ന് TV കണ്ട് ഫിലിം കാണും, കുട്ടികളായിട്ടൊക്കെ വർത്താനം പറയും. മോൾക്കാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. റണ്ണെന്ന് വെച്ചാൽ അവൾ എൻ്റെ കൂടെ വരുന്ന റണ്ണിന് വരാറുണ്ട്. അവൾ കുറച്ച് ഇപ്പോൾ UC ഒക്കെ പ്രാക്ടീസ് ചെയ്യും. 3 വയസ്സിലെ 10 കിലോമീറ്റർ അവൾ ഓടിയതാണ്. അവൾ അത്രയും ഇതിൽ ഓടുന്നതാണ്. കാര്യത്തിൽ ഇപ്പോഴും അവൾ ഓടിക്കൊണ്ടിരിക്കണം. മത്സരങ്ങൾക്ക് പോകുന്നുണ്ട്. പിന്നെ ഇപ്പോൾ പരിഹാരം വഴി ഇങ്ങനെ ഒരു മാരത്തോണൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ രാത്രി നമുക്ക് ഞങ്ങൾ വന്ന് കുറച്ച് നേരം ഇത് പറഞ്ഞ ഒരു 10 മണിക്കുള്ളിൽ നമ്മൾ ഉറങ്ങും. അപ്പൊ ചേട്ടൻ പഠിച്ച ആ ഒരു സംഭവം കുട്ടീനെയും കൂടി മോനാണ് ഇപ്പൊ ഇവിടെ ഇല്ല. മോനിക്കും രണ്ട് താല്പര്യമുള്ളായിരുന്നു. അവനിപ്പോ വിദ്യാഭ്യാസ ഇതായിട്ട് അവൻ കാനഡക്ക് പോയിട്ട് 1 വർഷമായി. ഈ 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസ് വെച്ച് ഈ നമ്മുടെ യുവാക്കളോട് എന്താ പറയുക, നമ്മുടെ കുട്ടികളോട് എന്താണ് പറയുന്നത്? ശരിക്കും കുട്ടികൾക്ക് ഇത് എത്രത്തോളം ഇതാവുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുന്നു, ദൈവം അനുഗ്രഹിച്ച് തന്ന വലിയൊരു മെഷീനറിയാണ് നമ്മുടെ ബോഡി. അത് നമ്മൾ സ്വയം ചിന്തിച്ചാൽ അത് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. പക്ഷെ നമുക്ക് കുറച്ചൊരു എന്താ പറയുക, ഏജ് കഴിയുമ്പോൾ അത് മനസ്സിലാവും. നമ്മൾ രോഗത്തിന് അടിമപ്പെടുമ്പോഴേക്കാണ് അറിയാൻ പറ്റും. അപ്പം നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഇതിൽ ശരിക്കും ഒരു വലിയൊരു മെഷീനാണ്. ശരിക്കും ദൈവം അനുഗ്രഹിച്ച് തന്നേക്കണം നമുക്ക്. കൈകാലുകൾ, വിരലുകൾ എല്ലാം അത് നമ്മൾ സ്വയം നശിപ്പിച്ച് കളയരുതെന്ന് ഞാൻ പറയുന്നത്. മറ്റുള്ള ആവശ്യമില്ലാത്ത ഒരു സാധനവും നമ്മുടെ ബോഡിയിലോട്ട് കയറ്റാൻ പറ്റും. ആവശ്യമില്ലാത്തതെന്ന് വെച്ചാൽ ഒരു ലഹരി പദാർത്ഥങ്ങളോ മയക്കുമരുന്നാണെങ്കിലും മദ്യമാണെങ്കിലും ഒന്നും ആവശ്യമില്ലാത്ത, സിഗരറ്റാണെങ്കിലും ഒരു സാധനം നമ്മൾ ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒന്നും നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റാൻ പറ്റില്ല. ആ ബോഡി നശിപ്പിക്കരുതെന്ന് പറയുന്നത്. ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഓരോരുത്തർക്കും, ഒരു അംഗവൈകല്യം ഇല്ലാത്തവർക്കാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ള ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കുക. ഇന്നത്തെ തലമുറ നാളെ നമ്മുടെ രാജ്യത്തെ ഭരിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും. കാരണം നമ്മൾ തൊട്ടടുത്ത് നമ്മുടെ കുട്ടികളാണെങ്കിലും അവർ വളരണം. നമ്മളല്ല, അടുത്ത തലമുറയാണ് ഏറ്റവും പ്രധാനം. അവർക്കൊരു വഴികാട്ടിയിലും അവർ നമ്മളെ കണ്ടെങ്കിലും ഒരു മാറ്റം വരണം. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഏജ് ഇതായതാണ്, 52 ആയി. അപ്പം ഇനി അടുത്ത തലമുറ ശരിക്കും പറഞ്ഞാൽ അവരാണ് നമ്മുടെ നാടിൻ്റെ സ്വത്താണ്. ശരിക്കും അവരാണ് വളരേണ്ടത്. കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവണം.